ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ കോലാലംപൂരിലെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. ഇനി നാളെ നേരെ ലങ്കാവിയിലേക്കാണ്. സോ എന്തായാലും ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നേരെ നമ്മുടെ കേബിൾ കാർ, ഫേമസ് ആയിട്ടുള്ള അവാന സ്കൈ ബ്രിഡ്ജ്, സോ അങ്ങോട്ടാണ് ഇന്ന് പോണത്. സോ അതിൻ്റെ മേളിൽ എന്തായാലും നമ്മുടെ ഒരു മൂന്നാറിൽ കിട്ടണ ഒരു വൈബായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് വേറെ രണ്ട് സ്ഥലങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. സോ ഫസ്റ്റ് എന്തായാലും നേരെ അങ്ങോട്ടാണ്. ഇപ്പോൾ സമയം അറൗണ്ട് 8:30 ആയിട്ടുണ്ട്. അപ്പോൾ താഴെ ചെല്ലണം, ഒരു ഗ്രാബ് ബുക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിലെ ഊബർ ഇവിടെ ഗ്രാബാണ്. സോ അത് ബുക്ക് ചെയ്യണം, നേരെ വരണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. ഇത് കണ്ടോ, നമ്മളപ്പോൾ ഇവിടെയാണ് നമ്മുടെ റോപ്പ് വേ കാര്യങ്ങൾ പറഞ്ഞത്, സ്കൈ വേ. ഇത് കറക്റ്റ് ഒരു മൂന്നാർ ഇടുക്കി വൈബാട്ടോ. കറക്റ്റ് മൂന്നാർ വന്ന മാതിരിയാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഒരു ടാക്സി കാര്യങ്ങൾ പിടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. നമുക്ക് ഒരു ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലമാണ്. ഗൈസ് ചെയ്ത് നോക്കിയാൽ നമ്മളപ്പോൾ നേരെ സ്കൈവേയിലേക്ക് പോകണതാണ്. അപ്പോൾ അതാണ് ടിക്കറ്റ്. ഇത് എക്സ്പ്രസ് ടിക്കറ്റാണ്. ഇത്രയും വലിയ ക്യൂ നമ്മൾ സ്കിപ്പ് ചെയ്ത് നേരെ പോകണതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ സാധനം. എന്തായാലും എൻ്റെ ഉള്ളിൽ കയറിയിട്ട് നൈസായിട്ട് നേരെ വിടാം. ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ല. ഡി ലൈൻ എക്സ്പ്രസ് ലൈനാണ്. കുറച്ച് എമൗണ്ട് കൂടുതലാണ്, ബട്ട് സ്റ്റിൽ വലിയ ക്യൂ ആണ്. അത് സ്കിപ്പ് ചെയ്തു. കുറച്ചുകൂടെ മേളിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ, സ്റ്റേഷൻ. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മേളിലോട്ട് പോവാം. ഇതിപ്പോ നല്ല ഹൈറ്റിലോട്ട് പോകണം. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. താഴെ നോക്കുമ്പോ ഒടുക്കത്തെ ഹൈറ്റ്. നമ്മളിപ്പോ പീക്ക് ഹൈറ്റിലാണ്. ഇതാണ് ഏറ്റവും ഹൈറ്റ്. താഴെ നോക്കുമ്പോ എക്സ്പീരിയൻസ്. ക്ലൗഡ്സ് ഒക്കെ നമ്മുടെ താഴത്ത ക്ലൗഡ്സ് ആണത്. നമ്മളിപ്പം ആകാശത്തെത്തി ഹോട്ടലുണ്ട്. ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുറികളുള്ള ഹോട്ടല്. ഈ ഹോട്ടൽ ഫേമസ് ആണ്. നല്ല എക്സ്പെൻസീവ് ആണ്. സ്റ്റേ അടിക്കാനുള്ളവർക്ക് സ്റ്റേ അടിക്കാം. നമ്മളപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ കുറേ കസിനോസും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് താഴോട്ട് തന്നെ പോവാം. ഇതാണ് നമ്മുടെ കസിനോ, സ്കൈ കസിനോ വരുന്നത്. സോ ഇവിടെ എന്തായാലും പാസ്പോർട്ട് കാര്യങ്ങൾ കാണിക്കണമെന്ന് തോന്നുന്നു എൻട്രിക്ക് വേണ്ടി. പാസ്പോർട്ടൊന്നുമില്ല. പാസ്പോർട്ട് ഹോട്ടലിൽ വെച്ച് മറന്നല്ല, ഹോട്ടലില്ല. എന്തായാലും പക്ഷേ നല്ല വ്യൂ ആട്ടോ ഈ മാള്. ഫുൾ LED വാൾ വെച്ച് നിറച്ച് വെച്ചേക്കണ LED വാൾ കാണാൻ നല്ല രസമാണ് ഗൈസ്. പിന്നെ ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു വഴിയുണ്ടല്ലോ, അത് തന്നെയാണ് മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു തീം പാർക്ക് ഉണ്ട്. ഒരു ഇൻഡോർ തീം പാർക്കും ഉണ്ട്, ഔട്ട്ഡോർ തീം പാർക്കും ഉണ്ട്. അപ്പോൾ ഇൻഡോറിൻ്റെ കുറച്ച് വിഷ്വൽസ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഔട്ട്ഡോറിൽ കയറണമെങ്കിൽ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. കയറണമെങ്കിൽ തന്നെ ലൈക്ക് പുറത്തുനിന്ന് ഇതാക്കണമെങ്കിൽ തന്നെ എൻട്രൻസ് ഫീസ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് വേറെ വിഷ്വൽസ് എടുക്കാൻ വഴിയൊന്നുമില്ല. മേ ബി തിരിച്ചു നോക്കി തന്നെ ആയിരിക്കും നല്ലത്. തിരിച്ചു പോയിട്ട് ഇനി എന്തായാലും നമുക്ക് 2-3 ലൊക്കേഷൻസിൽ കൂടെ പോകാനുണ്ട്. എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം. എന്നാലും അടുത്ത ഇതിലേക്ക് പോവാം. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഔട്ട്ഡോർ തീം പാർക്ക്. ഇവിടെ നിന്ന് ചെറിയൊരു എക്സിറ്റ് കിട്ടി. അപ്പോൾ പോണ വഴിക്ക് ഈ ഒരു വ്യൂ കിട്ടി. ഇതാണ് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് നടന്ന വ്യൂ. എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്തായാലും കൊള്ളാം.
അടിപൊളി. എന്തായാലും ഇവിടെ കയറുന്നില്ല, കാരണം നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. സോ അവിടെയാണ് തീം പാർക്ക്, അവിടെയാണ് നമ്മുടെ തീം പാർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്ലബ്സ് ഒക്കെ കണ്ടോ, നമ്മുടെ താഴത്തെ ക്ലബ്സ്, അതിൻ്റെ അപ്പുറത്ത് സിറ്റി കാണും. വീഡിയോ കാണുമ്പോൾ അല്ല, നേരിട്ടാണുമ്പോൾ നല്ല രസമാണ്. ആ കാർമേഘമൊക്കെ ഉണ്ട്. 2 ദിവസം തൊട്ട് മഴ ഇവിടെ. ഇത് ഇറങ്ങുമ്പോഴാണ് ഭയങ്കര സീൻ. കയറുമ്പോ ഇത്രയും പേടിയില്ല, പക്ഷെ ഇറങ്ങുമ്പോ ഇതെന്താണെന്ന് അറിയാൻ പാടില്ല. ആ ഇറങ്ങുമ്പോ ഭയങ്കര സീനാണ്. സോ നമ്മളങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു, സ്കൈവേന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ജെൻഡിങ് ഹൈലൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സും നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിന് കിട്ടും. മിക്ക ബ്രാൻഡ്സും അത്യാവശ്യം നല്ല ഓഫ് ഉണ്ട് ഇവിടെ. നമ്മുടെ ദുബായിൽ ഔട്ട്ലെറ്റ് വില്ലേജ് അറിയില്ലേ, സോ അതേപോലത്തെ ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഒന്ന് ഓവറോളായിട്ട് കാണിച്ചു തരാം. എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല, റേറ്റിംഗ് കാര്യങ്ങൾ കണ്ടിട്ട് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. ഇവിടെ ലാക്കോസ്റ്റി ഉണ്ട്, ഫോസിലുണ്ട്, പിന്നെ ക്ലക്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം അറിയാനുള്ള ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി താഴോട്ടും കുറേ ഉണ്ട്. എനിക്കൊരു നൈക്കിയുടെ ഷൂ ഞാൻ ശരിക്കും നോക്കുന്നത്, കിട്ടിയാൽ എടുക്കണം. ക്രോക്സും അത്യാവശ്യം, ക്രോക്സൊക്കെ നല്ല ഓഫറാണ്. നമ്മുടെ ബാക്കി കൺട്രീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓഫറാണ്. എന്തായാലും നോക്കാം, അത്യാവശ്യം എങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്തായാലും വാങ്ങിയാൽ ഞാൻ വീഡിയോ കാണിക്കാം. ജെൻഡിങ് ഐലൻഡ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ടാക്സി പിടിച്ച് ഇപ്പോൾ വന്നേക്കണത് KL ടവറിലേക്കാണ്. ഇവിടെ കാണാമല്ലോ, നമ്മുടെ ഈ പൊക്കത്ത് തന്നെയാണ് KL ടവർ. ഇവിടെയാണ് എൻട്രൻസ്. നമുക്ക് അകത്ത് വന്നിട്ട് അകത്തുള്ള കാഴ്ചകൾ നോക്കാം. പിന്നെ അവിടെ നിന്ന് 2 ഷൂ വാങ്ങി. എന്തായാലും റൂമിൽ ചെന്നിട്ട് ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഇപ്പം നേരെ എൻട്രൻസിലേക്ക് കയറാം. നമ്മളിവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഉള്ളിലേക്ക് കയറാം. വലിയൊരു നടപ്പായിരുന്നു, നടന്ന് തളർന്നു. കുറേ സ്റ്റെപ്പും കുറേ കയറ്റവും. ഇതാണിപ്പം ഉള്ളിലേക്കുള്ളൊരു ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി ഒരു 1.5 മണിക്കൂറത്തെ ക്യൂ ആയിരുന്നു. ഒരു കണക്കിനാണ് ഇപ്പോൾ ഇവിടെ കയറിയത് തന്നെ. എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള വ്യൂ ആണ്. ഓ, മറ്റേ ട്വിൻ ടവറിനേക്കാളും മാരക വ്യൂ ആട്ടോ ഇവിടെ. അവിടെ ഫുള്ള് AC അടച്ചിട്ടേക്കണ വ്യൂ ആയിരുന്നു. ഇവിടെ ഫുള്ള് ഓപ്പൺ വ്യൂ ആണ്. മറ്റേനേക്കാളും അടിപൊളിയാണ് ഇവിടെ. മറ്റേനേക്കാളും നല്ല രീതിയിൽ ഇവിടെ വ്യൂ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് വ്യൂ. ആ സിറ്റിയും പിന്നെ അങ്ങനത്തെ മലയും എല്ലാം അടിപൊളി. പിന്നെ അവിടെയാണ് സ്കൈ ബോക്സ്. ഇവിടെ എൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നുണ്ട്. അവിടെ എന്തായാലും കയറാം. പിന്നെ ഏറ്റവും ടോപ്പിലാണ് രണ്ടോ ഇത്രേ ഉള്ളൂ ഇനി മേളിലോട്ട്. എന്നാ വ്യൂ എന്ന് നോക്കിക്കേ ഗൈസ്, സിറ്റി മൊത്തം കാണാം. ഇവിടെ നമ്മുടെ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ഏറ്റവും വലിയ ബിൽഡിംഗ് ആണിത്, മർഡേക്ക 118. അത് കാണാം. പിന്നെ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ട്വിൻ ടവറായ പെട്രോണാസ് ട്വിൻ ടവർ കാണാം. പിന്നെ എൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോട്ടലും അടുത്ത് തന്നെയാണ്. എനിക്ക് ഈ ലെക്സസിൻ്റെ വ്യൂ ഒക്കെ ഹോട്ടലിൽ ഇരുന്നാൽ കിട്ടും, റൂമിൽ ഇരുന്നാൽ കിട്ടും. പക്ഷെ കണ്ടുപിടിക്കാൻ പണി. എവിടെയാണ് ഹോട്ടൽ? എന്തായാലും സീനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിനി ദുബായ് വ്യൂ ഉണ്ട്. എന്നാലും അടിപൊളി. നമ്മൾ സ്കൈ ബോക്സിലാണ്. സോ ഇത് നോക്കിക്കേ, ഫുൾ എയറിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വന്നിട്ട് 45 സെക്കൻഡ് ഇരിക്കുക. ഇതുണ്ടോ വ്യൂ, ഈ ഓപ്പൺ വ്യൂ ഫുൾ എയറിലാണ്. ആക്ച്വലി ഇവിടെ 2 സ്കൈ ഡക്ക് ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്കൈ ഡക്ക് ഇറങ്ങി നേരെ അടുത്തൊരു സ്കൈ ഡക്ക് കൂടെ ഉണ്ട്. ഇനി അവിടെ കൂടെ കയറിയിട്ട് നമുക്ക് നേരെ താഴോട്ട് പോവാം. അപ്പോൾ ഇതാ ഗൈസ് ഞാൻ പറഞ്ഞ സ്കൈ ഡക്ക് 1. മറ്റേ 2 ആയിരുന്നു നമ്മൾ ആദ്യം കയറിയത്. വ്യത്യാസം ഒന്ന് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ ട്വിൻ ടവർ വ്യൂ കിട്ടും ഫോട്ടോ എടുക്കണവർക്ക്. അപ്പുറത്ത് നിന്നാൽ മറ്റേ മെർഡേക്ക 118ൻ്റെ വ്യൂ കിട്ടും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബേസിക്കലി സംഭവം 2 സെയിമാണ്. എന്തായാലും നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ജസ്റ്റ് കയറിയിട്ട് ഇവിടുത്തെ ഒരു വ്യൂ കൂടെ നോക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെക്ക്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും മറ്റേ പോലത്തെ സിമിലർ വ്യൂ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഈ പെട്രോണാസിൻ്റെ വ്യൂ കിട്ടും, ഇത്രയും മാത്രമേ വ്യത്യാസം എന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം സിമിലറാണ്. എന്തായാലും ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോവുക, ഇത്രേ ഉള്ളൂ. ഗൈസ് ആക്ച്വലി ഞാനങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. സോ ഇന്ന് നടന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മുടെ KL ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്താ പറയുക, നമ്മുടെ കോലാലംപൂർ എക്കോ പാർക്കോ സംതിങ് അങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്തോ എക്കോ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. യെസ്, ഞങ്ങൾ ഈ KL ടവറിൽ തന്നെ ശരിക്കും ഫുള്ള് ലാഗായിരുന്നു. ലാഗ് എന്ന് പറഞ്ഞാൽ ഈ പോണവരെല്ലാം ശ്രദ്ധിച്ചു, അവിടെ ഭയങ്കര ക്യൂ ആണ്.
1 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് മേളിൽ കയറിയത്. പിന്നെ മേളിലും ആ ഒരു സ്കൈ ഡെക്കിന്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ സ്കൈ ഡെക്ക് കയറണമെങ്കിൽ തന്നെ മേളിലും പിന്നെ ഒരു 1/4 മണിക്കൂർ ക്യൂ നിൽക്കണം. ടോട്ടൽ 2-3 മണിക്കൂർ അവിടെ വേസ്റ്റ് ചെയ്തു. വേസ്റ്റ് എല്ലാം ചെയ്ത് എന്താ പറയാ, നമ്മളൊരു 5 മണി 5:30 സംതിങ് ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പറഞ്ഞു ഈ ഒരു എക്കോ പാർക്ക് സംതിങ് അവിടെ പോകാന്ന് വെച്ചു. അവിടെ പോകാനായിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഭയങ്കര വള്ളിയാന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് ലാസ്റ്റ് പിന്നെ കറങ്ങിയിട്ട് എന്താ പറയാ വന്നിടത്ത് തന്നെ തിരിച്ചൊക്കെ എത്തി. അങ്ങനത്തെ സീനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഒന്നും കാണാനില്ല. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് 4:30 അടച്ചെന്ന്. പക്ഷെ നമ്മുടെ ഗൂഗിളിലെ ടൈം ചെക്ക് ചെയ്താൽ 10 മണിക്കാണ് അടക്കണേന്നാണ് കാണിക്കുന്നത്. പിന്നെ എന്താണെന്ന് അറിയില്ല. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് പെയ്തില്ല, പക്ഷെ ഇന്നലെയൊക്കെ ഉണ്ട്. പിന്നെ ആ കാലാവസ്ഥയുടെ സീൻ കൊണ്ട് ഇനി 2-3 ദിവസത്തേക്കായിട്ട് അങ്ങനെ ആക്കിയതാണോ എന്താ സീനെന്ന് അറിയില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. പിന്നെ ഭയങ്കര ക്രൗഡാണ് കേസ്, അതുകൊണ്ട് അധികം വിഷ്വൽസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അവിടെ പോയി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പിന്നെയും അവിടെ പെവിലിയൻ മോള്, ഐ തിങ്ക് മലേഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മോളാണ്. അത് ശരിക്കും എൻ്റെ റൂമിന്റെ അടുത്താണ്. ഞാനപ്പോൾ അതിന്റെ വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. തൊട്ടടുത്ത് എനിക്കിപ്പോൾ നിങ്ങളുടെ എൻ്റെ ഈ ഫ്രണ്ടിൽ പറഞ്ഞത് എൻ്റെ ബാക്കിൽ ഈ ജനല ഉണ്ടോ, ആ ജനലയുടെ അപ്പുറത്ത് തന്നെയാണ്. ഇത്രയും അടുത്തായിട്ട് പോലും അവിടെ പോകണമെന്നുണ്ടായിരുന്നു. ബട്ട് അത് ഇന്നും നടന്നില്ല. കാരണം എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ്. നടക്കുമെന്ന് അറിയില്ല ഇനി. ഇന്ന് പിന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറോളം ടാക്സി വെയിറ്റ് ചെയ്ത് ഇന്ന്. അയാൾ ട്രാഫിക്ക് പെട്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല, അയാൾ വന്നില്ല. അവസാനം ടാക്സി ക്യാൻസൽ ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നടന്നപ്പോൾ ഇവിടെ ഹോട്ടലെത്തിയപ്പോൾ അറൗണ്ട് 9 മണി 9:15 ആയി. ഇനി എന്തായാലും മുകളിലോട്ട് പോയി 10 മണിക്ക് അടയ്ക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പോയിട്ട് വലിയ കാര്യങ്ങളായിട്ട് തോന്നണില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിൽക്കലാണ്. പിന്നെ വേറൊരു ഷോ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. നാളെ ഉച്ചയ്ക്ക് ശേഷം 3:40 ഞങ്ങളുടെ ഫ്ലൈറ്റ്. നാളെ തന്നെ ഞങ്ങൾ ലങ്കാവി വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ഒരു ട്രിപ്പിലെ. ലങ്കാവി എന്ന് പറഞ്ഞാൽ കോലാലംപൂർ മലേഷ്യ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ നേരെ ലങ്കാവി വിടുന്നുണ്ട്. അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഇവിടെ നിന്ന് ഒരു 1 മണിക്കൂർ യാത്ര ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തിരക്കിൽ എനിക്ക് ഡൗട്ടാണ് നാളെ മുകളിൽ പോകാൻ പറ്റുമോ എന്ന്. കാരണം ഇവിടെ 10 മണിക്ക് ഓപ്പണിങ്, നമുക്ക് കഷ്ടിച്ച് ഒരു 1-1.5 മണിക്കൂറായി കിട്ടും. എന്തായാലും കുഴപ്പമില്ല, നാളെ ഒന്ന് റിസർച്ച് ചെയ്യണം. കാര്യം എവിടെയൊക്കെ കയറണമെന്ന് പക്കയായിട്ട് റിസർച്ച് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ രാവിലെ പോകണം. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ വ്ളോഗ് എടുക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. മേ ബി നോക്കാം. കാരണം ജസ്റ്റ് അത് മാത്രമായിട്ടൊരു വീഡിയോ ആക്കേണ്ടി വരും. അപ്പം എന്തായാലും അവിടെ പോകണമെങ്കിൽ നാളെ എന്തായാലും പോകും, സീനില്ല. സോ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനപ്പോൾ അത് ബാക്ക് ക്യാമറയെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പെവിലിയൻ മോള്. സോ ഇവിടെ നിങ്ങൾക്കൊരു സൂം ചെയ്ത് എത്രത്തോളം കാണാമെന്നറിയില്ല. അത് അവരുടെ ഹോട്ടലാണ്. അവർക്ക് കുറെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഭാഗത്തായിട്ട്. അപ്പൊ അത് ഒരു ഹോട്ടലാണ്. സോ അതിന്റെ താഴെ തന്നെയാണ് പെവിലിയൻ മോൾ. ഇത് നമ്മൾ സ്റ്റേ അടിച്ച ഹോട്ടലാണ്. എനിക്ക് ഞാൻ കാണിക്കാൻ വന്നത് നമ്മൾ രാവിലെ മറ്റേ ജെന്നിങ് ഐലൻഡ്സിൽ നിന്ന് വാങ്ങിയ ഷൂസ് കാര്യങ്ങളൊക്കെയാണ്. സോ നൈക്കിയുടെ ഷൂസ് ആണ് ഇത്. അവിടുത്തെ കറൻസീസ് ആട്ടോ. ഇതാണ് അവിടുത്തെ കറൻസീസ് കാര്യങ്ങൾ. പിന്നെ നോട്ട് ഉണ്ട് എൻ്റെ പേഴ്സിലാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നൈക്കിയുടെ ബില്ലാണ്. സോ ഞാനത് കാണിച്ചു തരാം. 3 ഷൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി വാങ്ങിയതാണ്. അത് ആളുടെ റൂമിൽ കൊണ്ട്. ഇപ്പം നിലവിൽ 2 ഉള്ളൂ. 2 നൈക്കിയുടെ ഷൂസാണ്. ഇതിലൊരെണ്ണം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയതാണ്, ഈ നൈക്കി ജോർദാൻ. ഇത് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയ കേട്ടോ ഗൈസ്. അത് കാര്യമായിട്ട് തന്നെ പറയണമല്ലോ. കാരണം നാട്ടിൽ ഇതിന് ഒടുക്കത്തെ വിലയാണ്. ഈ ജോർദാനൊക്കെ കിട്ടാനില്ല. ഉള്ളതിന് തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് നാട്ടിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ജോർദാൻ എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ജോർദാൻ. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിയ ഷൂ ആണ്. ജസ്റ്റ് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ മേളിൽ ജോർദാൻ്റെ സിമ്പൽ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഈ ഒരു എന്താ പറയുക, എന്തോ പറയൂ ഇതിന്, ആ ഒരു സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നൈക്കിയുടെ ഷൂ ഞാൻ കാണിച്ചത്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതാണ് നമ്മുടെ നൈക്കിയുടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണിത്. നൈക്കി എയർ മാക്സ് ഫുള്ള് താഴെ ഫുള്ളൊരു 3D ഫീലുള്ള പക്കാ സാധനമാണ് ഗൈസ്. ഇത് നാട്ടിലെന്ന് പറഞ്ഞാൽ ഇതിന് 10,000, 20,000, 30,000 രൂപയൊക്കെ വിലയുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നല്ലൊരു വിലക്കുറവിലാണ് ശരിക്കും കിട്ടിയത്. ഞാൻ എക്സാക്ട്ലി എത്രയാണെന്ന് പറയാനില്ല, കാരണം നിങ്ങൾ അത് മോഹിച്ച് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡെയിലി ഓഫർ മാറിക്കൊണ്ടിരിക്കും. എന്തായാലും ഒരു 8,000, 9,000 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. മിക്കവാറും നിങ്ങളവിടെ പോകുമ്പോൾ ആ റേഞ്ച് ആയിരിക്കും. ഓക്കെ, അത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. എനിക്കറിയാം വീഡിയോ ഒക്കെ മിക്കവാറും ലെങ്ത് കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പോണ വഴികളൊന്നും ഞാൻ അധികം കവർ ചെയ്യണില്ല. കാര്യം ഇവിടുത്തെ ട്രാഫിക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അമ്മാതിരി ട്രാഫിക്കാണ്. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല, ചിലതൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറിയായിട്ട് അധികം വെറുപ്പിക്കാണ്ട് ഈ സ്ഥലങ്ങൾ മാത്രം കാണിച്ചോണത്. യൂട്യൂബിൽ കുറേ വ്ളോഗ് ഉണ്ട്. നിങ്ങൾ വരാൻ പ്ലാൻ തരണമെങ്കിൽ മേ ബി ഈ വീഡിയോയുടെ റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് എന്തായാലും നാളൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.